ഹലോ ഗെയ്സ്, അങ്ങനെ നമ്മുടെ ഫിഫ വേൾഡ് കപ്പ് ഇതൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഗെയ്സ്. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഫിഫ വേൾഡ് കപ്പിൽ നമ്മൾ പ്രതീക്ഷിച്ചതിലും അടിപൊളിയായിട്ടാണ് സ്പെയിൻ കളിച്ചിട്ടുള്ളത്. സോ അർജന്റീനയും സ്പെയിനും നടന്ന ഈ ഒരു ഫൈനൽ പോരാട്ടം ഒരു പക്ഷെ പറയുകയാണെങ്കിൽ കേരളത്തിന് നാളെ പൊതു അവധി പോലുമാണ്. സോ പ്രതീക്ഷിച്ചതിലും കിടിലൻ മത്സരം എന്ന് തന്നെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും നമ്മൾ ഉദ്ദേശിച്ച അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ അതേ ഫോർമേഷനിലാണ് അർജന്റീന ഇറങ്ങിയതും സ്പെയിനും ഇറങ്ങിയതും. 4-1-2-3 എന്ന ഫോർമേഷനിൽ സ്പെയിനും അതുപോലെ 4-4-2 എന്ന ഫോർമേഷനിൽ അർജന്റീനയും ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും ഗോൾ കീപ്പർ, അർജന്റീനയുടെ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസിന് സത്യം പറയാനോ സമ്മതിച്ചിട്ടുണ്ട്. എത്രത്തോളം സേവാണ് ചെയ്തതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കാം. എന്തായാലും നമുക്ക് ഈ ഒരു കളിയിൽ സ്റ്റാറ്റസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അർജന്റീന വെറും 3 ഷോട്ടാണ് അടിച്ചത്. അതേസമയം സ്പെയിൻ ആവട്ടെ 20 ഷോട്ടിൽ 11 ടാർഗറ്റ് ഷോട്ടും 68% പന്ത് പൊസിഷൻ വെച്ചു. അർജന്റീന ആവട്ടെ 32%. അതുപോലെ 803 പാസുകളാണ് സ്പെയിൻ നിലവിൽ കംപ്ലീറ്റ് ചെയ്തത്. അർജന്റീന 445, 90% ആക്യുറസി ഉണ്ടായിരുന്നു. സോ അടിപൊളി മത്സരം തന്നെയായിരുന്നു. ലാസ്റ്റ് അത്യാവശ്യം സ്പെയിൻ ഒരു ഗോളിട്ട ശേഷം അർജന്റീന നന്നായി കളിച്ചിട്ടുണ്ട്, മെസ്സിക്ക് നന്നായി കളിച്ചിട്ടുണ്ട്. ബട്ട് സ്പെയിൻ എന്തുകൊണ്ടും ഈ ഒരു കപ്പ് നേടാൻ അർഹമായ ഒരു ടീം തന്നെയാണ്. കാരണം അത്രയും കിടിലനായിട്ടുള്ള ഒരു മത്സരം തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. സത്യം പറഞ്ഞാൽ എന്തായാലും ഒരു ബിഗ് സല്യൂട്ട് എന്ന് തന്നെ പറയുന്നത് സ്പെയിനിന്. സ്പെയിൻ അങ്ങനെ അവരുടെ രണ്ടാം കിരീടം അവർ സ്വന്തമാക്കിയിരിക്കും. എന്തായാലും എക്സ്ട്രാ ടൈം വരെ കളി നീടുന്നു. അത്രയൊന്നും ആവശ്യമില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ അത്ര കിടിലൻ കളിയായിരുന്നു. അർജന്റീനക്ക് പന്ത് തൊടാൻ കഴിയാത്ത രീതിയിലുള്ള കളിയായിരുന്നു സ്പെയിൻ പുറത്തെടുത്തത്. അങ്ങനെ സ്പെയിനിന് ഒരു കിടിലൻ മത്സരം കാഴ്ചവെക്കാൻ കഴിഞ്ഞു. സ്പെയിനിന് ഇത്തവണ ചാമ്പ്യന്മാരാവാൻ കഴിഞ്ഞു. എന്തായാലും ഗോൾഡൻ ബൂട്ട് എംബാപ്പ തന്നെ ഉറപ്പിച്ച് കഴിഞ്ഞു. ഗോൾഡൻ ഗ്ലവ് എന്തായാലും സ്പെയിനിൻ്റെ ഗോൾ കീപ്പർ സിമിയോണി തന്നെയായിരിക്കും. മികച്ച താരം ആരായിരിക്കും എന്നാണ് ഇനി അതൊക്കെ പ്രഖ്യാപിച്ച് തുടങ്ങും. സോ നമ്മൾ അതിനു മുമ്പ് തന്നെ നിങ്ങളുടെ മുമ്പിൽ വീഡിയോ എത്തിച്ചു. എന്തായാലും മെസ്സിയെ കൊണ്ടൊരു അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ട്. അവരെ നമ്മൾ അടിപൊളിയായിട്ടെന്ന് പറയാൻ മാത്രമല്ല കളിയൊന്നും വന്നിട്ടില്ല. നമ്മൾ പറഞ്ഞു എന്നുള്ളൂ. നമ്മൾ അത്ര മോശമാക്കാനെന്ന് കരുതിയിട്ട്. കാരണം ഷോട്ടില്ല, പാസില്ല, ആരാധകർ ഉദ്ദേശിച്ച കളി, അതായത് ഇംഗ്ലണ്ടിൻ്റെ ഒപ്പം കളിച്ച കളി പോലും അവർക്ക് പുറത്തെടുക്കാൻ കഴിഞ്ഞു. ഇതാണ് സ്പെയിനിൻ്റെ. എന്തായാലും ഒരു കിടിലൻ പോരാട്ടം നമുക്ക് കാണാൻ. ഞാൻ പറഞ്ഞു പോവാണ് ഗെയ്സ്. അപ്പോൾ ഈ ഗോളൊന്ന് കണ്ടു നോക്കി. എന്ത് ഗോളാണ് ഗെയ്സ്! ഈ ഒരു ഗോളാണ് സ്പെയിനിനെ ഫൈനലിൽ എത്തിച്ചത്. ഫൈനലല്ല, കപ്പെടുക്കാൻ അർഹമാക്കി. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, അപ്പോൾ വേൾഡ് കപ്പിൽ നമ്മൾ ചെയ്ത ആകെ വീഡിയോ ആണ്. സോ ആ ഗോൾ ഒരു രക്ഷയില്ല. ഈ ഒരൊറ്റ ഗോളിനാണ് സ്പെയിൻ കീഴം ചൂടിയത്. അവർ 2 ഗോൾ ഇട്ടിരുന്നു. ഒന്ന് ഓഫ് സൈഡായി, ഒന്നൊരു ഫോള് വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു ഗോളിൽ സ്പെയിൻ എന്തായി കീഴം നേടി. അപ്പോൾ ഗേസ്, ബ്രസീൽ തോറ്റപ്പോൾ ബ്രസീലിന് കുറേ കളി ആക്കിനി, അതിനുള്ള കിട്ടിയില്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.